നമസ്കാരം. പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന നമ്മൾ മലയാളികൾ ലോകം കണ്ട ഏറ്റവും വലിയ വിഡ്ഢികളായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രാഷ്ട്രീയ പ്രബുദ്ധത പോലുമില്ലാത്ത ഒരു കൂട്ടം അടിമകളായി മാറുകയാണ് ഇപ്പോൾ മലയാളികൾ. ആരെങ്കിലും പറയുന്ന ഒരു മാസ് ഡയലോഗിന് വേണ്ടി കൈയടിക്കാനല്ലാതെ മലയാളിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളിയുടെ ചിന്തിക്കാനുള്ള കഴിവ് എന്നോ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രതികരിക്കാനും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇന്ന് കേരള ജനത. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെ കുബുദ്ധിയും ഫാസിസ്റ്റ് മനോഭാവങ്ങളും ഫാസിസ്റ്റ് ശൈലിയുമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ സാധിക്കില്ല. അവരെ കുറ്റം പറയാനും സാധിക്കില്ല. മലയാളിയുടെ ചിന്താശേഷിയെയും സ്വത്വബോധത്തെയും ആത്മാഭിമാനത്തെയും പ്രതികരണശേഷിയെയും കിറ്റ് നൽകിയും ഭീഷണിപ്പെടുത്തിയും പിണറായി വിജയൻ എന്നോ വിലക്കെടുത്തു കഴിഞ്ഞു. നമ്മൾ പൊന്നെന്ന് കാണുന്നതിനെയെല്ലാം പിണറായി വിജയൻ വിലക്കെടുത്തു കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്നും ജനകീയരെന്നും വിശ്വസിച്ച് ഇവരും ഇവരുടെ പ്രസ്ഥാനങ്ങളും ഭരണത്തിൽ വന്നാൽ മാത്രമേ ഇനി കേരളം രക്ഷപ്പെടുകയുള്ളൂവെന്നും ആശിച്ചുകൊണ്ട് മൂഢസ്വർഗത്തിൽ നമ്മൾ മനസ്സിൽ കെട്ടിപ്പടുത്ത വിഗ്രഹങ്ങളെയെല്ലാം പിണറായി വിജയൻ സ്വന്തം കീശയിലാക്കി. കേരളത്തിലെ BJPയെയും ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷ നേതാക്കളെയും അടക്കം പിണറായി വിജയൻ വിലക്കെടുത്തു എന്ന ആരോപണം ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇതൊരു ആരോപണം മാത്രമായിട്ടല്ല ഇന്ന് കേരളം കാണുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ കടമ നിറവേറ്റാത്തത് ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഇതിനിടയിൽ മലയാളികൾ ഏറ്റവും പ്രതീക്ഷയോടെയും ആശയോടെയും കണ്ടത് 2020 പോലുള്ള പാർട്ടികളെയാണ്. എന്നാൽ നമ്മളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. 2020യുടെ ഇന്നു വരെയുള്ള പ്രവർത്തനങ്ങളിൽ കാര്യമായ ആക്ഷേപങ്ങളോ അപവാദങ്ങളോ ആരോപണങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വെല്ലുവിളിയുമായി 2020 നേതാവ് സാബു എം ജേക്കബ് രംഗത്ത് വന്നതോടെ 2020 പാർട്ടിയുടെയും സാബു എം ജേക്കബിന്റെയും വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. തന്നെ തൊട്ടാൽ പിണറായി വിജയന്റെ മകളെ ഒരാഴ്ചയ്ക്കുള്ളിൽ ജയിലിലാക്കുമെന്നാണ് സാബു എം ജേക്കബ് വെല്ലുവിളിച്ചത്. ഈ വെല്ലുവിളിയിൽ ഒരു ധാർമ്മികതയുടെ പ്രശ്നം അടങ്ങിയിരിപ്പുണ്ട്. തന്റെ കയ്യിൽ പിണറായി വിജയനെയും മകളെയും പൂട്ടാനുള്ള ആറ്റം ബോംബുണ്ടെന്നാണ് സാബു എം ജേക്കബിന്റെ വെല്ലുവിളി. സ്വപ്ന സുരേഷ് പറഞ്ഞ സ്വർണ്ണക്കടത്ത് കേസ് പോലെയോ ഡോളർ കടത്ത് കേസ് പോലെയോ അല്ല, തന്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ ഒരു ആറ്റം ബോംബാണ്. അതായത് സ്വപ്ന പറഞ്ഞ രാജ്യദ്രോഹപരമായ കുറ്റങ്ങളെക്കാളും വലിയ കുറ്റങ്ങൾ പിണറായി വിജയനും മകളും ചെയ്തു കൂട്ടിയെന്നതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നാണ് സാബു എം ജേക്കബ് പറഞ്ഞു വെച്ചതിന്റെ പൊരുൾ. ഒന്നുകിൽ അണികളെ ആവേശം കൊള്ളിക്കാനുള്ള ഒരു വ്യാജ വെല്ലുവിളി, അല്ലെങ്കിൽ പിണറായി വിജയനും മകളും ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകളുടെ കൃത്യമായ രേഖകൾ സാബുവിന്റെ കയ്യിലുണ്ടെന്ന് വേണം കരുതാൻ. പിണറായി വിജയനും മകളുമാണ് എതിർവശത്തുള്ളത് എന്നതുകൊണ്ട് തന്നെ രണ്ടാമത് പറഞ്ഞ കാര്യത്തിനാണ് സാധ്യത ഏറെയുള്ളത്. അപ്പോൾ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളുടെയും കൊള്ളരുതായ്മകളുടെയും തെളിവുകൾ കൈവശമുണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ജനങ്ങൾ അത്രയധികം വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ എന്ന നിലയിലും ഈ തെളിവുകൾ വെച്ച് നിയമ നടപടികൾ സ്വീകരിക്കാൻ സാബുവിനെ സംബന്ധിച്ച് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. എന്നിട്ടും ഇത്ര നാളും ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് സാബു എം ജേക്കബ് CPMനും പിണറായി വിജയനും വിടുവേല ചെയ്യുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ബഹുമാനത്തോടെയും ആദരവോടെയും കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് 2020യുടെ അമരക്കാരനായ സാബു എം ജേക്കബ്. നിരവധി ജനോപകാരപ്രദമായ കാര്യങ്ങൾ 2020യുടെ നേതൃത്വത്തിൽ അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. ഇതിനെയൊന്നും അവഗണിച്ചുകൊണ്ടല്ല ഇപ്പോൾ സംസാരിക്കുന്നതും. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടെ അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിൽ കാര്യമായ ഇടിവ് എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഞാൻ ആദ്യം പറഞ്ഞ ആ ധാർമ്മികതയുടെ പ്രശ്നം തന്നെയാണ്. കേരളത്തെ കട്ടുമുടിച്ച് മലയാളിയുടെ കുലം മുടിച്ച പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എന്തിന്റെ പേരിലാണ് തെളിവുകൾ കയ്യിലുണ്ടായിട്ടും ഇത്രനാൾ എന്തുകൊണ്ടാണ് സാബു ഇവരെ സംരക്ഷിച്ചു നിർത്തിയത്? എന്റെ ഉള്ളിൽ വരുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാബു എം ജേക്കബിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. തനിക്കെതിരെ പോലീസ് കേസെടുക്കുന്നതുവരെ എന്തിനാണ് സാബു കാത്തിരുന്നത്? തന്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് സാബു പിണറായി വിജയനോട് വിലപേശുകയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ കിഴക്കമ്പലത്തെ 2020 സമ്മേളനത്തിൽ നമ്മൾ കണ്ടതും. അപ്പോൾ CPMും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും നമ്മൾ നല്ലവരെന്ന് കരുതി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ആസൂത്രിതമായി തന്നെ നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ പിണറായി വിജയൻ ചെയ്ത ഈ കുറ്റകൃത്യങ്ങളിൽ സാബുവിന് കൃത്യമായ അറിവും പങ്കുമുണ്ടാകും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ അന്തർധാരയുണ്ടാകും. എന്നിട്ട് പരസ്പരം പോരടിക്കുന്നതായി അഭിനയിച്ച് മലയാളികളെ വിഡ്ഢികളാക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPMന് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തിരിക്കുന്നത് സാബു എം ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള കിറ്റെക്സ് എന്ന സ്ഥാപനമാണെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. അന്നേ തന്നെ
CPM-ഉം പിണറായി വിജയനും സാബുവും തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് ആരോപണങ്ങൾ ഉയർന്നതുമാണ്. എന്നാൽ കേരളീയ പൊതുസമൂഹം ഇത് അത്ര കണ്ട് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാബുവിന്റെ വെല്ലുവിളിയോടെ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ സാധൂകരണം ലഭിക്കുകയാണ്. CPM-ന്റെയും പിണറായി വിജയന്റെയും ബി ടീമായിട്ടാണ് സാബു എം ജേക്കബ് പ്രവർത്തിക്കുന്നതെന്ന് പലകുറി ആരോപണങ്ങൾ ഉയർന്നെങ്കിലും അന്നും ജനങ്ങൾ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത്രമാത്രം തെളിവുകൾ പിണറായി വിജയനും മകൾക്കുമെതിരെ ഉണ്ടായിട്ടും ഇതെല്ലാം ഒളിച്ചുവെച്ച് ഇത്രകാലം അവരെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ ആ ആരോപണങ്ങൾക്ക് പിന്നിൽ വസ്തുതകൾ ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരും. സാബുവിന്റെ കച്ചവടത്തിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ കച്ചവടങ്ങളിൽ സാബുവിനും പങ്കുണ്ടോ എന്ന സംശയവും പലരും ഉയർത്തുന്നുണ്ട്. ഞെട്ടിക്കുന്ന തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് സാബു പരസ്യമായി പറഞ്ഞ സ്ഥിതിക്ക് ഈ ചോദ്യങ്ങൾക്ക് സാബു തന്നെ മറുപടി നൽകിയേ മതിയാകൂ. 2020 എന്ന പാർട്ടിയുടെയും സാബുവിന്റെയും വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടാതിരിക്കണമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് സാബു മറുപടി നൽകണം. നിങ്ങളോടും നിങ്ങളുടെ പാർട്ടിയോടുമുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കാതിരിക്കാൻ ജാഗ്രത കാണിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാരക വൈറസുകളെ സംരക്ഷിക്കുന്നതാണോ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കിയേ മതിയാകൂ. മാത്രമല്ല ഇതിനുമൊക്കെ അപ്പുറം കുറ്റം ചെയ്തവരും ആ കുറ്റം മതിയായ തെളിവുകളോടെ അറിഞ്ഞിട്ടും അത് മറച്ചുവെക്കുന്നതും ഒരേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ വിഷയത്തിൽ കുറ്റക്കാരനാണെങ്കിൽ സാബു എം ജേക്കബും ഒരുപോലെ തന്നെ കുറ്റക്കാരനാണ്. ഇല്ലെങ്കിൽ തന്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് പിണറായി വിജയനും മകൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനെങ്കിലും സാബു തയ്യാറാകണം. നിങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തണമെങ്കിൽ ഇത് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഒരു പോംവഴിയുള്ളൂ.